വക്കീലെ, ഞാൻ വക്കീലിനെ നോക്കി നിൽക്കുകയായിരുന്നു. രാവിലെ സദാനന്ദ വക്കീലിനെ കണ്ടപ്പോ വക്കീലിനെ വന്ന് കാണാൻ പറഞ്ഞു. എന്താ കേസ്? എന്റെ വക്കീലെ, കഴിഞ്ഞ മാസം വരെ 400 രൂപയായിരുന്നു കറണ്ട് ചാർജ്. ഇത്തവണ ബില്ല് വന്നത് രൂപ 6000. 6000 രൂപയോ? അതെന്താ അക്രമോ? ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതാ, പക്ഷെ അവര് പറയുന്നത് അത്രയും കറണ്ട് ഞാൻ ഉപയോഗിച്ചെന്നാ. അതെങ്ങനെ ശരിയാവും? 2 മാസം മുന്നേ മാസം 400 രൂപയ്ക്ക് കറണ്ട് ഉപയോഗിച്ചാൽ ഈ മാസം 6000 രൂപയ്ക്ക് കറണ്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ? അല്ല, ഇതിനിടയിൽ പുതിയ ഉപകരണങ്ങൾ വല്ലതും വാങ്ങിയോ? വാങ്ങി. പുതിയൊരു AC വാങ്ങി. ബോർഡുകാർ പറയുന്നത് AC ഒക്കെ ഇട്ട കറണ്ട് ചാർജ് ഇതുപോലെ കൂടുമെന്നാ. അത് ശരിയാണോ വക്കീലെ? ഈശ്വര, അങ്ങനൊരു പ്രശ്നമുണ്ടോ? മരമായ മരമെല്ലാം മരതകപ്പച്ച, മഴയും വെയിലും പുതച്ച പച്ച, പ്രകൃതിയെ കൈകൂപ്പി നിൽക്കുമ്പോൾ മഴ 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 പൂമഴയായി. മോരട് സാറല്ലേ, ഇതെന്താണ് കയ്യിൽ മരത്തയ്യൊക്കെ ആയിട്ട്? കൊള്ളാം. എന്താ സാറേ ഇത്? എന്തു പറ്റി ഇവിടെ? അല്ല, ഞാൻ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആണ്. ഞാൻ ഉത്തമനെ കാണാനിരിക്കുകയായിരുന്നു. എന്താ സാറേ? ഒരു AC-യുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. മുമ്പോ വക്കീലിന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ അറിഞ്ഞാന്തോ. നമ്മുടെ സുലൈമാന്റെ കടയിൽ AC ഉണ്ടല്ലോ. സംഭവം അറിഞ്ഞ്. അല്ല, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സാറേ. ഞാൻ സുലൈമാന്റെ കടയിൽ പോവാറുമില്ല. നാളെ സുലൈമാന്റെ കടയിൽ പോകണമെന്ന് വക്കീൽ എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നാ ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഉത്തമൻ സുലൈമാന്റെ കടയിൽ പോയി ഒരു AC വാങ്ങണം. അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് അത് വീട്ടിൽ പിടിപ്പിക്കണം. എങ്ങനെ സാറേ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഉത്തമന് മനസ്സിലാവില്ലേ? ഞാൻ നാളെ രാവിലെ ഒരു AC വാങ്ങുന്നു, അത് വീട്ടിൽ കൊണ്ടുവന്ന് ഘടിപ്പിക്കണമെന്ന്. ഒന്നുകിൽ മോരട് സാറിനെ കളിയാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങേർക്ക് തലയ്ക്ക് മുഴുത്ത ഭ്രാന്തായിരിക്കും. എന്തായിരിക്കും സംഭവം? ആർക്കറിയാം. ഇതെന്താണ് ഇങ്ങനെ? ഭാര്യ ഭർത്താവും കൂടെ നാട് മുഴുവനും കാടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഉത്തമനെ വിളിക്കാനിരിക്കായിരുന്നു. രാവിലെ പറഞ്ഞ കാര്യമില്ലേ AC-യുടെ? ഇതെന്താ ഉത്തമൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? സുലൈമാനിക്കയുടെ കടയിൽ നിന്ന് നാളെ AC വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് വേണ്ട, AC വാങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്തെങ്കിലും നോക്കുന്നേ? അല്ല, എന്താ? അല്ല, പിന്നെ നമുക്ക് 3 പേരിലും ആർക്കാണ് ഭ്രാന്ത്? 3 പേരോ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ അല്ലേ? അപ്പൊ എനിക്കാണ് ഭ്രാന്ത്. എന്താ പറ്റി? ഒന്നുമില്ല. വക്കീല് ചെല്ല്. മോനേഷ് സാറിന് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ളതല്ലേ? ശരി. ആർക്കോ എവിടെയോ എന്തോ തകരാറുണ്ട്. രാവിലെ സാറ് പറയുന്നു AC വേണ്ടാന്ന്. ഇപ്പൊ സാറിന് AC വേണം. രാവിലെ AC വേണമെന്ന് പറഞ്ഞ വക്കീലിന് ഇപ്പൊ AC വേണ്ട. ഇത്രയും മനപ്പൊരുത്തമുള്ള ഭാര്യയും ഭർത്താവിനും വേറെ എവിടെ കിട്ടും? മോനേട്ടാ, അതെ, ഇവിടെ ഒന്ന് നിൽക്കായിരുന്നു. അതാരാ മോനോട്ട് പുറത്ത് തൈ വാങ്ങി വെച്ചിരിക്കുന്നേ? ഞാൻ. കൊള്ളാലോ, വീടിന് ചുറ്റും മരം വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് എന്തിനാണ് എന്ന് നിനക്കറിയാമോ? മരം വെച്ച് പിടിപ്പിച്ച് അത് വളർന്നും വലുതാകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബണൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ തരും. അത്ര തന്നെ. നീ പറഞ്ഞ ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല എന്റെ ഉദ്ദേശം. അതായത്
നീ രാവിലെ ഒരു AC വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞാനത് എന്തുകൊണ്ടാ? AC പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന കാരണം കൊണ്ട്. പക്ഷേ നമ്മൾ ഈ വീടിന് ചുറ്റും മരം വെച്ച് പിടിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരു AC വാങ്ങുന്നു. എന്നിട്ട് ചൂട് കൂടുമ്പോൾ നമ്മൾ AC റൂമിൽ കയറിയിരുന്ന് ചൂട് മാറ്റും. പുറത്ത് നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിനാൽ ACയിൽ നിന്നുണ്ടാകുന്ന ദോഷം ആ മരങ്ങൾ മാറ്റുന്നു. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ അതിനേക്കാട്ടിലും വലിയ വേറൊരു ശരിയല്ലേ? അതെന്താ? വീടിന് ചുറ്റും മരം വെച്ച് പിടിപ്പിച്ചാൽ മരങ്ങൾ വളർന്നു വലുതാകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. വെയിൽ നേരിട്ട് ഭിത്തിയിലേക്ക് അടിക്കാതിരുന്നാൽ വീടിനുള്ളിലെ ചൂട് കുറയും. പിന്നെ നമുക്ക് AC. അത് ശരിയാണല്ലോ. നമുക്കിവിടെ പിന്നെ എന്തിനാ AC? അപ്പോ ഇന്നത്തെ വഴക്കീന്ന് നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ നാട്ടിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഉള്ള മരങ്ങൾ മുറിക്കാതിരിക്കുക. നാട് മുഴുവൻ പുതിയ മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുക. വീട്ടിൽ AC ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടുപിടിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാവുന്നത് പോലെയാണ് എയർ കണ്ടീഷണറുകളുടെ കാര്യം. ചൂടിനെ നേരിടാൻ ഉപയോഗിക്കുന്ന AC തന്നെയാണ് ചൂട് കൂടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. മോഹനകൃഷ്ണനും സത്യഭാമയും കാര്യങ്ങൾ തിരിച്ചറിയുകയും പ്രശ്നത്തിന് ശരിയായ പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇന്നത്തേക്ക് സന്തോഷത്തോടെ വിടാം. പുതുമയുള്ള മറ്റൊരു നിസാര കാര്യവുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.